നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എജുകോമിൻ്റെ വളർച്ചയും തളർച്ചയെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ എജുകോമിൻ്റെ ഈ ഒരു വളർച്ചയും അതിലുണ്ടായ മാറ്റങ്ങളും നമ്മൾ ഇന്ന് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബൈജൂസ് ലേണിംഗ് ആപ്പുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് അതുമായിട്ട്. കാരണം എജുകോമിൻ്റെ വളർച്ച വളരെയധികം സമാനതകൾ ബൈജുവുമായിട്ടുണ്ടായിരുന്നു. ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടുള്ള ഒരു സമാനത എന്ന് പറയുന്നത് ഈ രണ്ട് കമ്പനികളും അതാത് സെക്ടറുകളിലെ ഫസ്റ്റ് ഓഫ് ദാറ്റ് കൈൻഡ് എന്ന് പറയുന്ന രീതിയിലുള്ള കമ്പനികളായിരുന്നു. എജുകോം വരുമ്പോൾ സ്മാർട്ട് ക്ലാസ്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രചാരം നേടിയിട്ടുള്ള രീതിയിലുള്ളത് എജുകോം തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈജൂസ് ആപ്പിൻ്റെയും കാര്യം. ഒരു മൊബൈൽ ആപ്പിൽ കൂടെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് ബൈജു ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ദാറ്റ് കൈൻഡ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് രണ്ടുപേർക്കും കിട്ടി. അതുകൊണ്ടുണ്ടായ സെയിൽസ് വോളിയം ജനറേഷൻ വളരെയധികം കൂടുതലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിനകത്ത് വളരെ സമാനതകളുണ്ട്. രണ്ടാമത് വളർച്ചയിൽ സംഭവിച്ചൊരു കാര്യം, ആദ്യകാലങ്ങളിൽ എജുകോമിനും അതേപോലെ തന്നെ ബൈജൂസിനും വളരെയധികം, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലിയ ഒരു റവന്യൂ ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്താണ് ഉണ്ടായത്. ഒരു വലിയ ലാഭത്തിൻ്റെ വിസ്ഫോടനം തന്നെ ഉണ്ടായി. അത് ഈ രണ്ട് കമ്പനികൾക്കും നേടി. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ലാഭങ്ങളെല്ലാം ലോകാവസാനം വരെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു രീതിയിലും തങ്ങളുടെ എതിരാളികളെ ഉൾപ്പെടെ പണം കൊടുത്ത് വാങ്ങിച്ച് സ്വന്തം കമ്പനിയോട് ചേർക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണയിലും അക്വിസിഷൻസുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അക്വിസിഷനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? കയ്യിലുള്ള പണം മതിയാകാണ്ട് വന്നു കഴിഞ്ഞപ്പം ലോൺ എടുത്തു, ഫണ്ടിങ്ങിന് പോയി, പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോയി. ഇങ്ങനെയുള്ള പല വഴികളിലൂടെയും പലിശ കൊടുക്കേണ്ടതുമായിട്ടുള്ള രീതിയിൽ പണം സമാഹരിച്ചു. അക്വിസിഷൻസ് നടത്തി അതാത് മേഖലയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കമ്പനികളും അക്വയർ ചെയ്തു. ഇതാണ് മൂന്നാമത്തെ സമാനത. എജുകോമിൻ്റെ വളർച്ചയുടെ നാൾ വഴികൾ നോക്കുമ്പോൾ ഈ ഒരു വഴിയിലൂടെ ആണ് വന്നിരുന്നത് നമുക്ക് കാണാം. ബൈജുവും അതേ വഴികളിലൂടെയാണ് കടന്നു വന്നത്. ഈ ഭയങ്കര അക്വിസിഷന് ശേഷം സംഭവിച്ച എന്താണ്? എജുകോം വളരെ അഗ്രസീവായിട്ടുള്ള സെയിൽസ് സ്ട്രാറ്റജികളിലൂടെ കടന്നുപോയി. മാർജിൻസൊക്കെ കോംപ്രമൈസ് ചെയ്ത് സെല്ല് ചെയ്യാൻ തുടങ്ങിയ സ്കൂളുകളിലേക്ക് സ്മാർട്ട് ക്ലാസ്. ബൈജുവും അതേപോലെയൊക്കെ തന്നെ സെയിൽസ് മാനേജേഴ്സിനെ വളരെയധികം പ്രഷറൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും അൺഎത്തിക്കലായിട്ട് എങ്ങനെയെങ്കിലും സെയിൽസ് വോള്യൂം കൂട്ടണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ മുൻപോട്ട് നയിച്ചു. ഈ നാൾ വഴികളും രണ്ടുപേരും സമാനതകളുള്ളതാണ്. കൂടുതൽ മുമ്പോട്ട് പോകാം. എന്ത് സംഭവിച്ചു? എജുകോം ക്യാഷ് ഫ്ലോയെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. ബൈജു മുമ്പോട്ട് പോയപ്പോൾ ബൈജുവും ക്യാഷ് ഫ്ലോ മുഴുവനായിട്ടും മറന്നു കളഞ്ഞു. ഫണ്ടമെൻ്റൽസ് വിട്ടു, ക്യാഷ് ഫ്ലോയിന് മറന്നു കളഞ്ഞു. കമ്പനി എങ്ങനെയെങ്കിലും താനെ ഇന്നലെ പോയതുപോലെ തന്നെ നാളെയും മുമ്പോട്ട് പൊക്കോളും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം അതിൽ മുമ്പോട്ട് പോയി. എജുകോം തകർച്ച തുടങ്ങി അവിടെ മുതൽ. ക്യാഷ് ഫ്ലോ ഇഗ്നോർ ചെയ്തതോട് കൂടിയിട്ട് സംഭവിച്ചൊരു കാര്യം, കടം കുത്തനെ കൂടി വന്നു. പലിശയുടെ വകയിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഒക്കെ ആയിട്ട് കടം കൂടി വന്നു, എക്സ്പെൻഡിച്ചറും കൂടി വന്നു. ആത്യന്തികമായി കടം തന്നെ കൂടി. ബൈജുവിനും അത് തന്നെ സംഭവിച്ചു. പിന്നീട് സംഭവിച്ചെന്താണ്? കംപ്ലയിൻസ് ഫയലിംഗ്. മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിനും ബാക്കിയുള്ള കംപ്ലയിൻസ് ഫയലിംഗും റെഗുലേറ്ററിക്കുള്ള കംപ്ലയിൻസ് ഫയലിംഗും ഒക്കെ എജുകോം വളരെയധികം ഡിലേ ചെയ്തു. കാരണം ബുക്സൊക്കെ മാനിപ്പുലേറ്റഡ് ആണെന്നും അല്ലെന്നും ഒക്കെയുള്ള കുറേ പരാതികളൊക്കെ വന്നു. ബൈജുവിന് സംഭവിച്ചതാണ്. ഏകദേശം 1.5 വർഷത്തോളം ഡിലേ ആയി കംപ്ലയിൻസ് ഫയലിംഗ് ഇപ്പോൾ അവസാനത്തെ നടക്കുമ്പോൾ. കമ്പനിയുടെ നാൾ വഴികളിൽ അതും സമാനതകളായി നിൽക്കുന്നു. പിന്നീട് സംഭവിച്ചെന്താണ്? എജുകോം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തിയപ്പോൾ തന്നെ ഒരു 3500 പേരെ ഒരു മാസത്തിൽ പറഞ്ഞയച്ചു. ബൈജുവിനും നമ്മൾ കണ്ടു ഒരു 6-7 മാസം മുമ്പ് ഒന്നിച്ച് കുറേ പേരെ അങ്ങ് പറഞ്ഞയച്ചു. ഇതുവരെ സമാനതകളിലെത്തി നിൽക്കുന്നു. ഇനി മുമ്പോട്ടെന്ത്? എജുകോമിന് സംഭവിച്ചത് ഇതിന് ശേഷവും എജുകോം മുമ്പോട്ട് പോകാനുള്ള പല വിദ്യകളും നോക്കി. കമ്പനി ലോ ട്രിബ്യൂണലിൽ പോയി, ഇൻസോൾവൻസിക്ക് വേണ്ടി ശ്രമിച്ചു, റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി ശ്രമിച്ചു. അതിനിടയിൽ കുറേ ഫ്രോഡ് ആക്ടിവിറ്റീസിൻ്റെ കഥകളൊക്കെ ശാന്തനു പ്രകാശിനെതിരെ വന്നു. അങ്ങനെ കമ്പനി പൊളിഞ്ഞു. ശാന്തനു പ്രകാശിനെതിരെ കേസും കൂട്ടുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ബൈജുവിന് മുമ്പോട്ട് കാത്തിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ 8 നാൾ വഴികൾ സമാനതകളായി നിലനിൽക്കുന്നു. ബൈജുവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റുന്നൊരു കാര്യം IPO ആണ്. ഫണ്ട് റൈസിങ്ങിനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മുമ്പിൽ ഉടനെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം IPO തന്നെയാണ്. അതിന് ശേഷം എന്ത്? അതാണ് ചോദ്യം. കാത്തിരുന്ന് കാണാം.
അതുവരെ നന്ദി, നമസ്കാരം.